അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4 പൊതനാസ സഫർ അവസാനത്തെ പൊതനാസയായിട്ടിക്കട് ഞങ്ങളുടെ ഇടയിൽ ഒടുക്കത്തെ പൊതനാസ ചൊല്ലുടെ പേരിൽ ഈ പൊതനാസ അറിയപ്പെട്ടു. 4ത്തെ പൊതനാസയുടെ വിശേഷത്തെ എന്തിട്ടുണ്ടെങ്കിൽ വലിയ നെഹസ് പിടിച്ച ഒരു നാളായിട്ടിക്കട് സഫർ അവസാനത്തെ പൊതനാസ. എല്ലാ തിങ്കളിലെ അവസാനത്തെ പൊതനാസ നഹസായിട്ടിക്കട് അയങ്ക സഫർ ലാസ്റ്റ് പൊതനാസ വലിയ ഒരു നെഹസ് പിടിച്ച നാളായിട്ടിക്കട്. എവിടത്തോളം ചെന്നെങ്കിൽ ഒരു വർഷത്തിൽ അത്രയും വലിയ നെഹസ് പിടിച്ച ഒരു നാല് വേറെ ഇല്ലാണ്ട് ചില മഹാന്മാരായ ആൾമാർ അങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരാറ്. എവിടത്തോളം നെഹസ് പിടിച്ച ഒരു നാല് ചെന്നിട്ടായെങ്കിൽ അണ്ടത്തെ നാലിൽ 3 ലാഖ് ഇരിയായിര ബലാ മുസീബത്ത് ഈ പ്രപഞ്ചത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അണ്ടത്തെ നാളിലായിട്ടിക്കട് ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പണി വന്നേ അതേ പണിയിലായിട്ടിക്കട് റബ്ബിൽ അവൽ 12 വഫാത്തായിരുന്നു. അപ്പോൾ 3 ലാഖും ഇരിയായിര ബലാ മുസീബത്ത് പ്രപഞ്ചത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചില തൽസമാത്ത് സംബന്ധമായ കാര്യങ്ങൾ ഇവരിക്കടെ കിതാബിലല്ല മഹാന്മാരായ ആൾമാർ ചൊന്നിറാറ്. ബഹുമാനപ്പെട്ട ഇമാം ദൈറബി അതിലെ മുജറബാത്ത് ചൊല്ലിയ കിതാബിലും അതുപോലെ തന്നെ ബൂനി അതിലെ ഫിർദൗസ് ചൊല്ലിയ കിതാബിലല്ല ഈ വിഷയം ചൊന്നിറാറ്. അപ്പം അതുക്ക് ഒരു പ്രതിവിധിയും അങ്ങ് പഠിപ്പാറ്റിരാറ്. ഈ ബലായുടെ തൊട്ടുള്ള രക്ഷപ്പെടുകയുള്ള ഒരു മാർഗം അങ്ങ് പഠിപ്പാറ്റിരാറ്. അതിൽ ഒന്നായിട്ടിക്കട് അണ്ടത്തെ നാലിൽ യാസീൻ സൂറത്ത് ഓതാ. ഒരു യാസീൻ സൂറത്ത് ഓതിയിട്ട് സലാമും കൗലം മിർ റബ്ബിർ റഹീം അവിടേക്ക് എത്തിയിട്ടാകുമ്പോഴത്തേക്കും അതിൽ 313 വട്ടം ആവർത്തിക്കണം. അതിൽ പിന്നെ യാസീൻ കണ്ടിന്യൂ ആക്കിയിട്ട് തീർത്തിട്ട് ദ്വാർക്കണം. മങ്കൂസ് മോലോത് ഓതിയിട്ട് ലാസ്റ്റ് ഒരു ദ്വാ ഉണ്ടല്ലേ, ആ ദ്വാർക്കും. അതിൽ പിന്നെ അവന് ഉഭയനായ വിഷയമല്ല ചെന്നിട്ട് ദുനിയാവുടെ വിഷയ ആഖിറത്തെ വിഷയം ചെന്നിട്ട് ദ്വാർക്കാം. അപ്പോൾ ഇതൊരു പ്രതിവിധി. അതുപോലെ പിന്നൊന്ന് എല്ലാവർക്കും ഉപകാരമല്ലേ, ആണിങ്ങോക്ക് പെണ്ണിങ്ങോക്ക് മക്കൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ അങ്ങനത്തെ പിന്നൊരു പ്രതിവിധി. ഒരു സാണിൽ സലാമുടെ 7 ആയത്ത് എഴുതണം. സലാമുടെ 7 ആയത്ത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ മൂസ വ ഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, മിൻ കുല്ലി അംറിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ 7 ആയത്ത് എഴുതിയിട്ട് പിന്നെ അത് തന്നെ വീത്തിട്ട് മായിച്ചിട്ട് കുടിക്കാം. അപ്പോൾ സീക്കടെ തൊട്ടുള്ള രക്ഷപ്പെടുകയും സാധ്യമാവോട് ചെന്നിട്ടു അങ്ങനെ കിതാബിലെല്ലാം എഴുതി വെച്ചിരാറ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതെല്ലാം 4ത്തെ നാളിൽ ചെയ്യുക. അള്ളാഹു താല തൗഫീഖ് നൽകട്ട്. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും അള്ളാഹു താല കാത്തു സലാമത്താക്കട്ട്. തടിയിൽ നിന്ന് എല്ലാ രോഗങ്ങളും അള്ളാഹു താല ശിഫാക്കി തരട്ടെ. ആമീൻ.